Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. സോ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലും പാർട്ട് എയിലുള്ള ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അവസാനമായി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 3 വെയിറ്റേജിന്റെ പാർട്ട് ബിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം M.Com-നെ ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡ് ഇടും ആക്സസ് ചെയ്യാം. ക്ലാസ് കേട്ട് ഡൗട്ട് ഉള്ളത് എപ്പോൾ വേണമെങ്കിലും ചോദിക്കുകയും ചെയ്യാം കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. സബ്ജക്ട് വൈസ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാനും സാധിക്കും കേട്ടോ. സോ ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞാൽ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ജോയിൻ ചെയ്യാനും സാധിക്കും. ഇനി നമ്മൾ ഇന്ന് 8 മണിക്കൂർ ലൈവ് സെഷൻ വെക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുള്ള ഒരു മറുപടിയും കാര്യങ്ങളും ഒക്കെ ബിസിനസ് എൻവയോൺമെന്റ് ആൻഡ് പോളിസി ഇതിനാദ്യമായിട്ട് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും നമ്മളതിൽ പറയുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. നമ്മൾ പാർട്ട് ബിയിൽ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം പിടിച്ചോ, റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ളതാണ്. അത് നമുക്ക് മൂന്ന് പാർട്ടിലും പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. നീതി ആയോഗ് സാധാരണ 3 പാർട്ടിലും വരാറുള്ളതാണ്. SA 2 വെയിറ്റേജ് 3 വെയിറ്റേജ്. സോ നീതി ആയോഗ് എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നിർബന്ധമായും പഠിച്ചിരിക്കണം. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇനി ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ 3 കാര്യങ്ങൾ അതാണ് നെക്സ്റ്റ്. പ്രൈവറ്റൈസേഷൻ, അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ. ഇതെപ്പോഴും വരുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് പറയുന്നത്. നിർബന്ധമായും ഇത് 3ഉം അതിൻ്റെ ചോദിക്കുന്ന ഇതാണ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് മാറി ഇതിൽ ഏതെങ്കിലും വരുന്നതാണ്. അതിൽ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് പ്രൈവറ്റൈസേഷനും ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്. പ്രൈവറ്റൈസേഷൻ ആൻഡ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഡിഫറൻസ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമത് പ്രതീക്ഷിക്കുന്നത്. അതായത് മൂന്നാമത് റിപ്പീറ്റ് ആയിട്ട് എല്ലാ പേപ്പറുകളിലും വരുന്നതാണ് ഫിസ്ക്കൽ പോളിസി. ഒന്നുകിൽ ഫിസ്ക്കൽ പോളിസി അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പ്ലനേഷൻ അതല്ലെങ്കിൽ മോണിറ്ററി പോളിസി. ഇതിൽ ഏതെങ്കിലും ചില സമയത്ത് ഇതിൻ്റെ ഡിഫറൻസും ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാ പേപ്പറുകളിലും മാറി വരുന്നതാണ്. ഈ പോളിസിയിലെ ഏതെങ്കിലും ഒരെണ്ണം നിർബന്ധമായും പഠിച്ചിരിക്കണം. നെക്സ്റ്റ് GST, അതിൻ്റെ ബെനഫിറ്റ്സ് ആയിരിക്കും ചോദിക്കുക. അതിൻ്റെ ഫീച്ചേഴ്സ് നിർബന്ധമായും നോക്കിയിരിക്കണം. ഏതെങ്കിലും ഒരു ടോപ്പിക്ക് GST-നെ റിലേറ്റ് ചെയ്തിട്ടുള്ള വരാറുള്ളതാണ്. നെക്സ്റ്റ് റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ളതാണ് ഫെമ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഫെമയുടെ ഒബ്ജക്റ്റീവ്സ് റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. സോ നോക്കിയിരിക്കണം. ദെൻ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെസ്, സ്പെഷ്യൽ ഇക്കണോമിക് സോൺ. സെസ് അതിൻ്റെ ഫങ്ഷൻസ് പലപ്പോഴും ചോദിക്കുന്നതാണ്. നിർബന്ധമായും നോക്കിയിരിക്കണം. റിപ്പീറ്റ് ചോദ്യത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് 3 പൊല്യൂഷൻ ഉണ്ട്. 3 പൊല്യൂഷനിൽ ഏതെങ്കിലും ഒരെണ്ണം മിക്ക പേപ്പറുകളിലും കണ്ടിട്ടുള്ളതാണ്. നമ്പർ 1 അതിൻ്റെ കോസസ് വാട്ടർ പൊല്യൂഷൻ, അതല്ലെങ്കിൽ എയർ പൊല്യൂഷൻ, ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതല്ലെങ്കിൽ ലാൻഡ് പൊല്യൂഷൻ. ഈ 3 പൊല്യൂഷനും എന്താണെന്നുള്ളത് പഠിക്കണം. അതിൻ്റെ കോസസ് ഓക്കെ നിർബന്ധമായി നോക്കിയിരിക്കണം കേട്ടോ. നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നുണ്ട് ഈ 3 പൊല്യൂഷനിൽ. നെക്സ്റ്റ് റൈറ്റ് നോട്ട് ഓൺ ഗാഡ്ഗിൽ. അത് 2 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. ഗാഡ്ഗിൽ റിപ്പോർട്ട്, അതിൻ്റെ റെക്കമെൻഡേഷൻസും കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നോട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് എൻവയോൺമെൻറ്റ്. ഫസ്റ്റ് ചാപ്റ്ററിൽ പലതരത്തിലുള്ള എൻവയോൺമെൻറ്റ് ഉണ്ടെങ്കിലും പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് ചിലപ്പോൾ ഏതെങ്കിലും ഒരു എൻവയോൺമെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം എക്സ്പ്ലെയിൻ ചെയ്യാൻ. ബട്ട് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് എടുത്ത് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് നോക്കിയിരിക്കണം കേട്ടോ. പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് അത് ബിസിനസ്സിനെ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യണു, അങ്ങനെയൊക്കെ ആയിരിക്കാൻ ചോദിക്കുക. ഇനി
ഒരു മൂന്നാല് ടോപ്പിക് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണോ രണ്ടെണ്ണോ വരെ ചിലപ്പോൾ വരാറുണ്ട്. മിക്കത് ഒരെണ്ണമാണ് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. നമ്പർ 1 ബ്ലാക്ക് മണി, അതിൻ്റെ കോസസ്, അതെങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, അത് ഒരെണ്ണം. ദെൻ നെക്സ്റ്റ് പോവേർട്ടി, അതിൻ്റെ കോസസ്, അതിൻ്റെ കോസസ്. ഓക്കെ, ഇതൊക്കെ റിപ്പീറ്റാണേ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് വരാം. അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ്, അതിൻ്റെയും കോസസ് ചോദിക്കാറുണ്ട്. ദെൻ ഇൻഫ്ലേഷൻ, ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് ഈ പറയുന്ന പാർട്ട് ബിയിൽ പ്രതീക്ഷിക്കാം. ഇൻഫ്ലേഷൻ, അതിൻ്റെ കോസസ് ചോദിക്കുക കേട്ടോ. ഓക്കെ, സോ ഒരു കാരണവശാലും ബ്ലാക്ക് മണി, പോവേർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ്, ഇൻഫ്ലേഷൻ ഈ കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇതൊക്കെ എന്താണ്, അതിനെ റിലേറ്റ് ചെയ്തിട്ട് പാർട്ട് ബിയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഷോർട്ട് എസ്സേക്ക് പഠിച്ചു വയ്ക്കണം കേട്ടോ. ഇനി ആക്ടുകളിൽ കോമ്പറ്റീഷൻ ആക്ട് ചോദിക്കാറുള്ളതാണ്. കോമ്പറ്റീഷൻ ആക്ട് 2002 ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, അത് കൂടുതൽ ഞാൻ SCക്കാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, കൂടുതൽ SCക്കാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാലും വേണമെങ്കിൽ ഇതിലേക്ക് എടുത്തിടാം. അതുപോലെ തന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ, RTI നോക്കിയിരിക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് ഡിജിറ്റൽ ഇക്കോണമി, അതിൻ്റെ ഡിജിറ്റൽ റെലവൻസ് ഇക്കോണമി. ചില സമയത്ത് ചോദിച്ചിട്ടുള്ളത് രീതി ഇങ്ങനെയാണ്: റോൾ ഓഫ് ടെക്നോളജി ഇൻ മോഡേൺ ഇക്കോണമി, അങ്ങനെയാവാം ചോദിക്കുക കേട്ടോ. നിർബന്ധമായി നോക്കിയിരിക്കണം, റിപ്പീറ്റാണ്. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് ലാൻഡ് റിഫോംസ് ഇൻ ഇന്ത്യ, മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഒബ്ജക്റ്റീവ്സ് 2 പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. ഓഫ് ലാൻഡ് റിഫോംസ് ഇൻ ഇന്ത്യ. ഓക്കെ, ഇൻ ഇന്ത്യ. ഓക്കെ, അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. ഇനി നമുക്കൊരു 2 സജഷനും കൂടിയും തരാണ്. ഗ്ലോബൽ വാർമിങ്ങിൻ്റെ കോസസ്. ഗ്രീൻ ഫിനാൻസിങ് ഉണ്ട്, അത് കൂടുതൽ പ്രതീക്ഷിക്കുന്നത് നമ്മൾ 280 അജണ്ടയിലാണ്. ഓക്കെ, വേണമെങ്കിലൂടെ അതും കൂടി മെൻഷൻ ചെയ്ത് പോകാം. ഗ്രീൻ ഫിനാൻസിങ് കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് 280 അജണ്ടയിലാണ് കേട്ടോ. ലാസ്റ്റ് ഒരു സജഷൻ കൂടിയും തരാണ്. ട്രേഡ് യൂണിയൻ അതിൻ്റെ ഫങ്ഷൻസ്, അതുപോലെ തന്നെ ക്വാളിറ്റി സർക്കിൾ, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ക്വാളിറ്റി ഇതൊക്കെ 280 പ്രതീക്ഷിക്കാം. ഓക്കെ, സർക്കിൾ, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. സോ ഞാൻ വീണ്ടും റിപ്പീറ്റ് ആയിട്ടൊരു കാര്യം പറയുന്നു. വലിയ ഒരു സബ്ജക്റ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇട്ടിട്ടുള്ളത്. പലതും ഈ പാർട്ട് എയിലും ബിയിലും വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരാറുള്ളതാണ്. സോ റിപ്പീറ്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം നീതി ആയോഗാണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് കഴിഞ്ഞ പ്രാവശ്യം പേപ്പറിൽ ഉണ്ടായിരുന്നതാണ്. ദെൻ പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, 3 പാർട്ടിലും മാറി വരുന്നതാണ്. അതിൻ്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ് നോക്കിയിരിക്കണം. പ്രൈവറ്റൈസേഷനും ഡിസ്ഇൻവെസ്റ്റ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയിരിക്കണം. ദെൻ ഫിസ്ക്കൽ പോളിസി, മോണിറ്ററി പോളിസി റിപ്പീറ്റ് ആണ്. ദെൻ GST, ദെൻ ഫെമ, സെസ്, വാട്ടർ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, അതിൻ്റെ കോസസ്, ഗാഡ്ഗിൽ റിപ്പോർട്ട് ഉണ്ട്. കസ്തൂരി രംഗം നമ്മൾ SCക്കാണ് പ്രതീക്ഷിക്കുന്നത്. പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്, ദെൻ ബ്ലാക്ക് മണി, പോവേർട്ടി, അൺഎംപ്ലോയ്മെന്റ്, ഇൻഫ്ലേഷൻ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം. ദെൻ കോമ്പറ്റീഷൻ ആക്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, RTI, ദെൻ ഡിജിറ്റൽ ഇക്കണോമി, റോൾ ഓഫ് ടെക്നോളജി ഇൻ മോഡേൺ ഇക്കണോമി, then objectives of land reforms in India, global warming, then green financing, trade union, quality circle. ഇതൊക്കെയാണ്. ദെൻ ഒരെണ്ണം കൂടി ലാസ്റ്റ് തരുന്നു, FDI ഉണ്ട്, അതുപോലെ തന്നെ FPI ഉണ്ട് കേട്ടോ. അതിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യവും വരാറുണ്ട് കേട്ടോ. സോ ഇത്ര ക്വസ്റ്റ്യൻസിലോട്ടാണ് നമ്മൾ മെയിനായിട്ട് പാർട്ട് ബിയിൽ ഫോക്കസ് കൊടുക്കേണ്ടത് കേട്ടോ. ആദ്യത്തെ ഒരു 10 ഇത്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഇത് കേട്ടോ.
സോ ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് എപ്പോഴും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു അക്കാഡമിക് ഇയർ മുതൽ ഫസ്റ്റ് സെമസ്റ്റർ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലൈവ് സെഷൻ. അപ്പോൾ ഇന്ന് 8 മണിക്ക് ലൈവ് സെഷൻ ഉണ്ടായിരിക്കും. സോ ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.